ഹലോ റേഡിയോ 90.8 കമ്മ്യൂണിറ്റി റേഡിയോയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. തൃശ്ശൂരില് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിമൻസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു ഷോപ്പേഴ്സ് കാരവൻ 2025 നടക്കുകയാണ്. ഈ കടന്നുവരുന്ന ദിവസങ്ങളിലാണ് അത് നടക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാനായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വിമൻസ് വിങ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപും സെക്രട്ടറി മൃദു നിക്സണും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. അവർക്ക് സ്വാഗതം അറിയിക്കാം. സ്വാഗതം മാം. നമസ്കാരം. താങ്ക് യു. കഴിഞ്ഞ വർഷത്തെ ഷോപ്പേഴ്സ് കാരവന് ശേഷം പിന്നീട് വിശ്രമമില്ലാത്ത ദിനങ്ങൾ തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ ഷോപ്പേഴ്സ് കാരവന് ശേഷം അടുത്തൊരു വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അങ്ങനെ തന്നെയാണോ? ഷോപ്പേഴ്സ് കാരവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. വളരെയധികം തിരക്കുള്ള ഒരു എക്സിബിഷനാണ് ഇത്. പ്രീമിയം എക്സിബിഷനാണ്. ഒരു 100-ന് മീതെ സ്റ്റാൾസ് ഉണ്ട്. വിവിധ തരത്തിലുള്ള സ്റ്റാളുകളാണ് ഇതിലുള്ളത്. അതിൽ മെയിനായിട്ട് നമ്മൾക്ക് ബിൽഡേഴ്സ് ഉണ്ട്, ജ്വല്ലേഴ്സ് ഉണ്ട്. ഡേറ്റ് ഓഗസ്റ്റ് 2-3 തീയതികളിലാണ്. കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയം തൃശ്ശൂരിൽ വെച്ചാണ്. ഷോപ്പേഴ്സ് കാരവന്റെ ഒരു ആശയത്തെ കുറിച്ച് പറയാമോ? എല്ലാവരും എക്സ്പെക്ട് ചെയ്യണ ഒരു കാര്യമാണ് ഞങ്ങൾക്ക്. ഇനി ചേംബേഴ്സിന്റെ ഷോപ്പേഴ്സ് കാരവൻ എപ്പോ വരും, അത് എത്രയും ഭംഗിയാക്കണം, കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാരെ നമുക്ക് പങ്കെടുപ്പിക്കണം. അതായത് ഇനിയും എന്റർപ്രണേഴ്സിന് വരാനായിട്ടൊരു പാത്ത് നമ്മൾ കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്രാവശ്യവും നമുക്ക് അങ്ങനെ പുതിയ സംരംഭകരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പുതിയ നഴ്സറി, അതെയോ? കാർ ഷോ എല്ലാം ഉണ്ട്. അതെയോ? പിന്നെ കിഡ്സിനായിട്ട് തന്നെ നമ്മൾ വെറൈറ്റി പ്രോഗ്രാംസ് വെച്ചിട്ടുണ്ട്. ഇപ്പം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം എന്നും മാറ്റങ്ങളാണല്ലോ ആവശ്യം. വളരെ പരിമിതമായിട്ടുള്ള സമയം മാത്രമേ നമുക്കുള്ളൂ. കാരണം 2 ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പൊ വരുന്ന ആളുകളുടെ പ്രതീക്ഷകളും നിങ്ങൾ അതിനെ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതെങ്ങനെയാണ്? ഓണത്തിന്റെ എക്സിബിഷനുകളിൽ ആദ്യത്തെ എക്സിബിഷൻ എന്നും കൂടിയും പറയാൻ പറ്റും. ഓണത്തിന്റെ ഷോപ്പിംഗ് മനസ്സിൽ കരുതിയിരിക്കുന്നവർക്കൊക്കെ അതെ, ഇതൊരു നല്ലൊരു എക്സിബിഷനായി മാറും. വീട്ടിലിരുന്നു കൊണ്ട് വെറുതെ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് വിപണികളിലേക്ക് എത്തിയിട്ട് വലിയ വിജയ സാധ്യതകളൊക്കെ കൊയ്തിട്ടുള്ളത്. എന്നാൽ ഇത് ഇങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്, ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം പലർക്കും ഉണ്ടായിട്ടുമില്ലായിരിക്കാം. വനിതാ വിങ്, ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഈ ഒരു വനിതാ വിങ് ഇങ്ങനെ പുറകോട്ട് പോകുന്ന സ്ത്രീകളെ കണ്ടെത്തി മുൻപോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭകരാക്കുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ കുറെ പേര് വന്നിട്ട് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ വന്നിട്ട് എല്ലാവർക്കും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ചേംബർ ഓഫ് കൊമേഴ്സ് വിമൻസ് വിങ്ങിന്റെ ഈ ഒരു തനതായിട്ട് പരസ്യങ്ങൾ ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മള് ഒരു കൂട്ടായ്മയായ കാരണം നമ്മൾ സ്പോൺസേഴ്സിനെയൊക്കെ സംഘടിപ്പിച്ച് എല്ലാവർക്കും സ്പോൺസേഴ്സിനടക്കം നമ്മൾ പരസ്യം കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഒരുപാട് പുതിയ സംരംഭകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ വിങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേംബർ ഓഫ് കൊമേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സംരംഭകരായിട്ട് എത്തുന്ന വനിതകൾക്ക് എന്തൊക്കെ മെറിറ്റാണ് ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ? മിനിമം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫീസ് ഉണ്ട്, ബേസിക് ഫീസ് ഉണ്ട്. അതുകൂടാണ്ട് നമ്മൾ ഉദ്യം രജിസ്ട്രേഷൻ വേണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം, ഷോപ്പിന് ലൈസൻസ് വേണം. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ മാനദണ്ഡം. ഒരു മിനിമം യോഗ്യതയായിട്ട്. ഓക്കെ. ഓഗസ്റ്റ് 2-3 തീയതികളിൽ തൃശ്ശൂരിൽ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഈ ഒരു ഷോപ്പേഴ്സ് കാരവൻ 95% വനിതാ പ്രാതിനിധ്യമാണ്. നമ്മൾ ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും ഒരു ഔട്ടിങ്ങിന്റെ ഭാഗമായിട്ടെങ്കിലും ഇറങ്ങി ഒന്ന് അനുഭവിക്കുക, ആ ഒരു ഷോപ്പിംഗ് അനുഭവം അനുഭവിക്കുക എന്ന രീതിയിൽ പുറത്തെത്തുന്ന ആളുകളോട് കനകമ്മ എന്താണ് പറയുക? വരുന്ന ആൾക്കാർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ പുതിയ ഐറ്റംസ് ആണ് കാണിക്കുന്നത് സ്റ്റാളുകളിൽ. പിന്നെ ജ്വല്ലറി ഒക്കെ നല്ല നല്ല വെറൈറ്റി. ലിയോ ഗോൾഡ് ആണ് നമ്മളുടെ ടൈറ്റിൽ സ്പോൺസർ. ഗുണം മെച്ചം വില തുച്ഛം, ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ എപ്പോഴും. ഏറ്റവും ഗുണമേന്മയുള്ള സാധനങ്ങൾ നമ്മുടെ കാസിനോ കൾച്ചറൽ ഓഡിറ്റോറിയത്തില് ഷോപ്പേഴ്സ് കാരവനില് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വനിതാ വിങ് ഒരുക്കുന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ലേഡീസിന് എന്താണ് വാങ്ങേണ്ടതെന്നുള്ള ഒരു ഉറപ്പില്ലാതെ വരുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും ഒന്ന് വന്ന് കണ്ടു കളയാം. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ്? എൻട്രി ഫീ ഉണ്ടോ അതോ എൻട്രി ഫീ ഫ്രീ ആണോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു സജ്ജീകരണം? എൻട്രി ഫ്രീ ആണ്. നമ്മുടെ എല്ലാ വർഷവും നമ്മൾ അങ്ങനെ ചെയ്യണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടണം. അതെ. അപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പിംഗ് തന്നെയാണ് ആളുകളെ കൂടുതലും എത്തിക്കാവുന്ന രീതിയിലേക്ക് ആളുകളെ എത്തിക്കുക തന്നെയാണ് കൂടുതലും ചിന്തിക്കുന്നത്. എല്ലാവർക്കും ശനിയും ഞായറായിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും അതിൽ പങ്കെടുക്കാനും പറ്റും. ഫാമിലി സൺഡേ ആവുമ്പോൾ ഫാമിലി ആയിട്ട് വരാനും എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം കൂടിയാണല്ലോ. നമ്മൾ സംസാരിച്ചത് കൂടാതെ ഇനി ഇതിലേക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
മിനിസ്റ്റർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ഒരു വനിതാ മന്ത്രി തന്നെയാണ് തൃശ്ശൂരിന്റെ അല്ലെ. ചിൽഡ്രൻ കോൺടെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് രചന നാരായണൻകുട്ടി, സീനിയർ ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, ശരി. വിളംബരജാഥ വന്നിട്ട് വാഹിദ് സാറാണ്, IPS നമ്മുടെ പിന്നെ തൃശ്ശൂരിന്റെ. സമാപന പരിപാടി വന്നിട്ട് നമ്മുടെ മേയർ വർഗീസ് സാറാണ്. ഒരുപാട് സംരംഭകര് നല്ലൊരു മനസ്സോടുകൂടി അവിടെ വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് മുൻപിൽ ഇപ്പോൾ നമ്മള് കനക ഡോക്ടറെയും അല്ലെങ്കിൽ മൃദുവിനെയൊക്കെ കാണുന്നുള്ളതെങ്കിലും ഇവർക്ക് പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് റൂബി മാം ആണെങ്കിലും ഒരുപാട് പേര് ഇപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തന്നെ ഇവരൊരു വിങ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീ രത്നങ്ങളുടെ വിജയഗാഥയായിട്ട് ഷോപ്പേഴ്സ് കാരവൻ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് പേരുടെ പിന്തുണയും ഒപ്പം നിങ്ങളുടെ പ്രചോദനവും നൽകി കിട്ടിക്കൊണ്ട് ഇനിയും ഒരുപാട് സ്ത്രീജനങ്ങൾ ഉയർന്നു വരട്ടെ എന്ന് ഹലോ റേഡിയോ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഹലോ റേഡിയോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നിങ്ങൾക്കും ഞങ്ങളുടെ നന്ദിയുണ്ട്. താങ്ക് യു. അങ്ങനെ 2025 ഓഗസ്റ്റ് 2, 3 എന്ന ദിവസങ്ങള് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു ഷോപ്പേഴ്സ് കാരവന്റെ ഉത്സവമായിട്ട് മാറട്ടെ. ക്യാമറയ്ക്ക് മുന്നിലും മൈക്കിന് പുറകിലും ഒക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ കനകയും മിസ്സിസ് മൃദു നിക്സണും ഒക്കെ തന്നെ ഇവരുടെ പുറകിലും ഒരുപാട് പേരുടെ പ്രയത്നങ്ങളൊക്കെ ഉണ്ട്. അത് അടുത്തൊരു വർഷത്തേക്കുള്ള പ്രചോദനമാകുന്ന രീതിയിൽ ഷോപ്പേഴ്സ് കാരവൻ വൻ വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് തൃശ്ശൂരിനെ അറിയിക്കാൻ ഹലോ റേഡിയോയ്ക്ക് സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അതുവരേക്കും നന്ദി.